ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ നിന്നും സൈന്യത്തിന് അനുകൂലമായ ചില വാർത്തകൾ പുറത്തു വരുന്നു. ഇന്ത്യ ഗവൺമെൻറ് മണിപ്പൂരിൽ സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കാൻ വേണ്ടി വലിയ നീക്കങ്ങളും പരിശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രധാനപ്പെട്ട രണ്ട് ഗോത്ര വിഭാഗങ്ങൾ, കുക്കി, മെയ്തി എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സായുധ പോരാട്ടമാണ് മണിപ്പൂർ കലാപം എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്നത്. ഇത് മംഗോളിയൻ ഡ്രഗ് മാഫിയയുടെയും ചൈനയുടെയും ബംഗ്ലാദേശിൻ്റെയും റോഹിംഗ്യകളുടെയും ഒക്കെ ഇടപെടൽ ഇതിനകത്തുണ്ട്. സർവോപരി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആളും അർത്ഥവും നൽകി സുവിശേഷക്കാരെയും മതപരിവർത്തന ലോബികളെയും അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവരും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അശാന്തി വിതയ്ക്കാൻ വേണ്ടുന്നതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ കുക്കി വിഭാഗത്തിലെ പ്രമുഖ സംഘടനകളുമായിട്ട് സർക്കാർ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി അവിടെ സംഘർഷം ഇല്ലാതെയായി, സമാധാനവും ശാന്തിയും അവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടു. വലിയ രീതിയിൽ മണിപ്പൂർ ആ പഴയ സമാധാന ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു പാതയിലായിരുന്നു. അതിനിടയ്ക്കാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ നൽകിയ സൂചന അനുസരിച്ച് സൈന്യം അവിടെ തിരച്ചിൽ നടത്തിയത്. ചുരാചന്ദ്പൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഏതാണ്ട് 80 കിലോമീറ്റർ ദൂരെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ഖാൻപി എന്ന ഗ്രാമത്തിലാണ് പരിശോധന നടത്തിയത്. അവിടെ ഹെങ്ലപ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് സൈന്യം പരിശോധനയ്ക്കായിട്ട് എത്തിയപ്പോൾ സൈന്യത്തിന് നേരെ വെടി ഉതിർക്കുകയായിരുന്നു. സൈന്യം തിരിച്ചടിച്ചു ശക്തമായിട്ട്. 4 ഭീകരന്മാർ കൊല്ലപ്പെട്ടു. അത് UKNI എന്ന് പറയുന്ന യുണൈറ്റഡ് കുക്കി നേഷൻസ് നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു നിരോധിത സംഘടനയിലെ 4 ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടത്. ഇവർ രഹസ്യമായി അവിടെ തമ്പടിച്ചിരിക്കുകയായിരുന്നു. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കുറേ പേർ ആ പ്രദേശം വിട്ട് ഓടിപ്പോയിട്ടുണ്ട്. ഈ സംഘടന സർക്കാരുമായി ചർച്ചയ്ക്കോ വെടിനിർത്തലിനോ ഒന്നും തയ്യാറായിരുന്നില്ല. എവിടെ വെച്ച് കിട്ടിയാലും സൈന്യത്തെ ആക്രമിക്കുന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരായി ശക്തമായ നടപടികൾ സൈന്യം ആരംഭിച്ചിരുന്നു. അത് തുടരുന്നതിനിടെയാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ നൽകിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഖാൻപി ഗ്രാമത്തിൽ ചുരാചന്ദ്പൂർ ജില്ലയുടെ പടിഞ്ഞാറ് 80 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ഖാൻപി ഗ്രാമത്തിൽ സൈന്യം പരിശോധനയ്ക്കായിട്ട് എത്തിയത്. അവിടെ വെച്ച് ഈ പറയുന്നത് പോലെ ഈ ഗ്രൂപ്പ് സൈന്യത്തെ ആക്രമിച്ചു. സൈന്യം വരുന്നത് കണ്ട് തന്നെ സൈന്യത്തിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു. സൈന്യത്തിൽ ആളപായമോ ആൾനാശമോ ഉണ്ടായിട്ടില്ല, ആർക്കും പരിക്കേറ്റിട്ടില്ല. പക്ഷേ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതിൻ്റെ ഫലമായിട്ട് 4 ഭീകരന്മാർ കൊല്ലപ്പെട്ടു. കുറേ പേർ അവിടം വിട്ട് ഓടിപ്പോയിട്ടുണ്ട്. മറ്റു ചിലർ സൈന്യത്തെ എതിർത്ത് നിൽക്കുന്നു. ആ ഗ്രാമത്തിനുള്ളിലേക്ക്, ആ സബ് ഡിവിഷനുള്ളിലേക്ക് സൈന്യം വൈകാതെ കടന്നു കയറും എന്നാണ് ലഭിക്കുന്ന സൂചന. ഇത് സംബന്ധിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർ ഇതുവരെ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല. മാധ്യമങ്ങൾക്ക് ചില ടിപ്സുകൾ, ചില ചെറിയ വിവരങ്ങൾ കൊടുത്തിട്ടേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അവർ വിശദമായിട്ട് പിന്നീട് പറയും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് ഇന്ന് രാവിലെ 5:30 ഈ ഏറ്റുമുട്ടൽ. മണിപ്പൂർ സമാധാനത്തിൻ്റെ പാതയിലേക്ക്, ശാന്തിയിലേക്ക് മടങ്ങി വരുന്നതിനെ ഒരു കൂട്ടം ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രബലമായി ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ നിലകൊള്ളുന്നത് മണിപ്പൂരിനെ സുവിശേഷവൽക്കരിക്കാൻ വന്നിരിക്കുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും അതുപോലെ തന്നെ അവിടെ ഈ പറഞ്ഞ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ വലിയ രീതിയിൽ മയക്കുമരുന്ന് കൃഷിക്ക് വെള്ളവും വളവും നൽകി പ്രോത്സാഹിപ്പിക്കുന്ന ഈ മംഗോളിയൻ ഡ്രഗ് മാഫിയയുമാണ്. മംഗോളിയൻ ഡ്രഗ് മാഫിയ അവിടെയുള്ള മണിപ്പൂരികൾക്ക്, ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സായുധ പരിശീലനം നൽകി വരുന്നു എന്നുള്ളത് ഒരു രഹസ്യമല്ല. അതുപോലെ തന്നെ അവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി മണിപ്പൂരിൽ പ്രവർത്തിക്കുന്ന സുവിശേഷക്കാരാണ്.
നിരവധി അമേരിക്കൻ പൗരന്മാരെ ആയുധങ്ങൾ സഹിതം മണിപ്പൂരിൽ നിന്ന് പിടികൂടിയ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ അത്തരം ചില വാർത്തകൾ കൊടുത്തിരുന്നതാണ്. അങ്ങനെ പിടിയിലായുന്നവരെ നമുക്ക് ഈ രാജ്യത്ത് വിചാരണ ചെയ്ത് ശിക്ഷിക്കാനുള്ള വകുപ്പില്ലാത്തതുകൊണ്ട് അവരെ കോടതിയിൽ ഹാജരാക്കി ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുകയാണ് പതിവ്. അത്തരം ആൾക്കാർ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തടയാൻ വേണ്ടുന്ന നടപടികൾ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നു. അതുപോലെ ഇവർക്ക് ആയുധങ്ങൾ വലിയ രീതിയിൽ മ്യാൻമാർ അതിർത്തി കടന്ന് ഇവർക്ക് ആയുധങ്ങൾ വരുന്നുണ്ട്. ഇതിലേക്ക് ചൈനയും വേണ്ടുന്ന സംഭാവന നൽകുന്നതായാണ് ആരോപണമുള്ളത്. എന്നാൽ ചൈനയുടെ നേരിട്ടുള്ള ഇടപെടലിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും ഈ മണിപ്പൂരിലെ ഭീകരന്മാരെ, അക്രമകാരികളെ സഹായിക്കുന്ന, കുക്കികളെ സഹായിക്കുന്ന നിലപാടും നടപടിയും ഉണ്ടാകുന്നതായി ആക്ഷേപമുണ്ട്. ഒരു കാര്യം സത്യമാണ്, മണിപ്പൂർ ഇന്ന് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. വലിയ രീതിയിൽ അവിടെ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തി വരികയാണ്. അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെമ്പാടും ദൃശ്യമാണ്. ഭാവിയിൽ ഈ പറയുന്നത് പോലെ കുക്കികൾ സമ്പൂർണമായും ആയുധം വെച്ച് കീഴടങ്ങി അവർ മുഖ്യധാരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മണിപ്പൂർ ശാന്തമാകും. ഒപ്പം അവിടെ വലിയ വികസന മുന്നേറ്റമുണ്ടാകും എന്ന് തീർച്ചയാണ്. ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മുതലെടുക്കുന്ന സുവിശേഷവൽക്കരണത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചൈനയുടെയും ബംഗ്ലാദേശിൻ്റെയും മ്യാൻമാറിൻ്റെയും ഒക്കെ ഇടപെടലുകളും ഇത് രണ്ടും അവസാനിച്ചു കഴിഞ്ഞാൽ മണിപ്പൂർ സ്വമേധയാ താനെ ശാന്തമാകുമെന്ന് തീർച്ചയാണ്. ഇന്ത്യ ഗവൺമെൻറ് അതിന് വേണ്ടുന്ന നടപടികളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും മണിപ്പൂരിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നാലെ വരാം. നിലവിൽ അവിടെ സൈന്യത്തെ ആക്രമിച്ച 4 ആക്രമണകാരികളെ, ഭീകരന്മാരെ സൈന്യം വധിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അത് സൈന്യം വൈകാതെ തന്നെ പുറത്തുവിടുമെന്ന് കരുതുന്നു.